വെളുത്ത അംബാസിഡർ കാർ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ആരായിരിക്കും? തന്നെ ക്ഷണിക്കാനായി വന്നവർ തന്നെ ആയിരിക്കണം. പെട്ടെന്ന് ഷർട്ട് എടുത്തിട്ട് വരാന്തയിലേക്ക് ഇറങ്ങിച്ചെന്നു. വരണം, കയറിയിരിക്കണം. ഞാൻ പറഞ്ഞതനുസരിച്ച് വന്ന 3 പേരും വരാന്തയിലിരുന്ന പ്ലാസ്റ്റിക് ചെയറുകളിൽ ഇടം തേടി. ഞങ്ങൾ വന്നത് സാറിനെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ് വിഷയം? ഒരു അധ്യാപകന്റെ ഗൗരവത്തോടെ ഞാൻ ചോദിച്ചു. നാടൻ കലകളും സിനിമയും, അതാണ് വിഷയം. ഡേറ്റ് എന്നാണ്? എപ്പോഴാ സമയം? വരുന്ന മാസം 14-ാം തീയതി വൈകിട്ട് 8 മണിക്കാണ്. പറവറമ്പ് അമ്പലമൈതാനിയിലാണ്. സമ്മേളനത്തിന് ശേഷം കൊച്ചിൻ ഗാനസംഘത്തിന്റെ ഗാനമേളയുമുണ്ട്. ഞാൻ അകത്ത് ചെന്ന് മേശമേൽ ഇരുന്നിരുന്ന ചെറിയ ഡയറിയും പേനയും എടുത്തു പിടിച്ചവരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നു. ഡയറിയിലെ 14-ാം തീയതിയിലെ ഡേറ്റ് കാലിയായി കിടക്കുകയാണ്. എങ്കിലും അതാരെയും കാണിക്കാതെ പറഞ്ഞു, അന്ന് രാവിലെ 10 മണിക്ക് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. സാരമില്ല, വൈകിട്ടാണല്ലോ, വരാം. സാർ കാറ്? വേണ്ട, കാറ് ഞാൻ ഇവിടുന്ന് വാടകയ്ക്ക് വിളിച്ചു വന്നോളാം. ഇവിടുന്ന് കാറ് വിളിക്കുകയാണെങ്കിൽ ഓട്ടം കുറയ്ക്കാമല്ലോ. അത് മതി സാർ. സാർ എന്തായാലും എത്തിയിരിക്കണം. അപ്പോൾ നോട്ടീസ് അടിക്കാമല്ലോ. നോട്ടീസ് അടിച്ച ശേഷം സാറിനെ ഞങ്ങൾ വന്ന് കണ്ടുകൊള്ളാം. എന്താ, അതുപോരെ? അത് മതി, ധാരാളം. പിന്നെ നിങ്ങൾക്ക് കുടിക്കാൻ ചായയോ? ചായ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് തിരക്കുണ്ട്. എന്നാൽ അങ്ങനെയാകട്ടെ. അവർ കേട്ടപാടെ വണ്ടിയിൽ കയറി യാത്രയായി. എന്റെ തൃപ്പങ്കോട്ടപ്പ എത്ര നാളായി ആഗ്രഹിക്കുന്നതാ ഒരു പൊതുവേദി. ഭഗവാൻ തുണച്ചു. കഷ്ടപ്പെട്ട് ഒരു സിനിമാ സംവിധായകന്റെ കുപ്പായമണിയതിന്റെ സുഖം അനുഭവിക്കുന്നത് ഇങ്ങനെയുള്ള സമ്മേളനവേദികൾ പങ്കിടുമ്പോഴാ. 3 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിൽ സിനിമാ കമ്പം മൂത്തു നിന്നിരുന്ന കാലം. പ്രശസ്ത സംവിധായകൻ MKBയുടെ അസിസ്റ്റന്റായി ഒരു പടത്തിൽ പ്രവർത്തിച്ചിരുന്നു. ആ പരിചയവും വെച്ച് നാട്ടിൽ ഒരു ഫിലിം സൊസൈറ്റി രൂപീകരിച്ചു. കുറെ സിനിമാ കമ്പമുള്ളവരെ കണ്ടെത്തി. അവരിൽ നിന്നെല്ലാം 50,000-ഉം 20,000-ഉം ഷെയറും പിന്നെ ലോണുകളും ഒക്കെയായി ഒരു ചെറിയ ബഡ്ജറ്റിൽ മഞ്ഞുപോലെ എന്ന പടം പിടിച്ചു. അങ്ങനെ ഞാനൊരു സിനിമാ സംവിധായകനായി. അന്നുവരെ ഉണ്ടായിരുന്ന വർണ്ണൻ എന്ന പേരിനോടുകൂടി എന്റെ സ്ഥലപ്പേരും കൂട്ടിച്ചേർത്തു. വർണ്ണൻ ചെറുമുക്ക്. പടം സാമ്പത്തികമായി പരാജയമായിരുന്നു. എന്നാൽ അഭിനയത്തിന് നായകന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു. അവാർഡ് തുക നായകൻ എനിക്ക് തന്നതുകൊണ്ട് എന്റെ അധ്വാനം നഷ്ടമായില്ല. എന്നാൽ ഇറക്കിയവരുടെ കാശെല്ലാം വെള്ളത്തിലായി. കാശിന്റെ ഉത്തരവാദിത്വം തനിക്കല്ല, അത് ഫിലിം സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞ് ഞാൻ തടിതപ്പി. സൊസൈറ്റി സെക്രട്ടറി നാട് വിട്ടു. കാശെല്ലാം അവൻ തട്ടിയെന്ന് ഞാനും. അങ്ങനെ മഞ്ഞുരുകി ജലമായി മണ്ണോട് മണ്ണ് ചേർന്നു. ആ പടത്തിന് ശേഷം മറ്റൊരു പടമെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാലും നായകന് അവാർഡ് നേടിക്കൊടുത്ത ചിത്രത്തിന്റെ സംവിധായകൻ എന്ന നിലയിൽ ഞാൻ പ്രശസ്തനായി. നായകൻ പ്രശസ്തനായതോടെ നായകന്റെ വക സഹായങ്ങളും പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. മറ്റൊരു പടത്തിന്റെ വർക്കും തരപ്പെടുത്താനായില്ല. പിന്നെ 2 ചിത്രങ്ങളുടെ പൂജ നടത്തി. പക്ഷെ പടം എടുത്തില്ല. പാതി വഴിയിൽ മുടങ്ങി. ഓരോരോ തടസ്സങ്ങൾ. എങ്കിലും ഞാൻ പ്രശസ്തനാകുകയായിരുന്നു. പത്രങ്ങളിലും സിനിമകളിലുമെല്ലാം പേരും പടവും വരികയാണല്ലോ. അങ്ങനെ ഞാൻ അറിയപ്പെട്ടിട്ടാകും എല്ലാവരും ചേർന്നെന്നെ ഉദ്ഘാടകനും പ്രഭാഷകനും ഒക്കെയാക്കി. സിനിമാ സംവിധായകൻ വർണ്ണൻ ചെറുമുക്കില്ലാതെ പരിപാടികളില്ലെന്നായി. സ്കൂൾ കോളേജ് കലോത്സവങ്ങൾ, വാർഷികങ്ങൾ, സിനിമയെ പറ്റിയുള്ള ക്ലാസുകൾ, സെമിനാറുകൾ, ചർച്ചകൾ, എല്ലാറ്റിനും എല്ലായിടത്തും ഞാൻ വേണം. പ്രത്യേക നിരക്കൊന്നുമില്ലെങ്കിലും സ്കൂളുകാരും കോളേജുകാരും പ്രസംഗം കഴിഞ്ഞ് പോരാൻ നേരത്ത് കറൻസി ഇട്ട കവർ തരും. അതാണ് ഒരു ആശ്വാസം. അതാണിപ്പോഴത്തെ ജീവിതമാർഗം. ചില അമ്പല കമ്മിറ്റിക്കാർ പരിപാടി കഴിഞ്ഞാൽ മുങ്ങിക്കളയും. രാഷ്ട്രീയക്കാരിൽ നിന്ന് കാശ് കിട്ടുകയില്ല. അതിനാൽ അവർ വന്ന് വിളിച്ചാൽ മറ്റു പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞു ഒഴിയും. നേരത്തെ വന്നു പോയവർ പ്രബന്ധം അവതരിപ്പിച്ച് മടങ്ങാൻ നേരത്ത് കാശ് തരാതെ മുങ്ങണ ആൾക്കാരാണാവോ. പൈസയുടെ കാര്യം പറയാതിരുന്നത് മോശമായി. ഇവിടെ നിന്നും പറവറമ്പിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട്. കാർ വാടക തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 1000 രൂപ വരും. പിന്നെ എന്റെ ചാർജ് എല്ലാം കൂടി എങ്ങനെയായാലും 3000 രൂപയാകും.
നോട്ടീസ് അടിച്ച് അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിടിക്കാം. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. 7-ാം ദിവസം കഴിഞ്ഞപ്പോൾ പറവറമ്പുകാർ നോട്ടീസുമായി വന്നു. ഉദ്ഘാടകൻ MLA ആണ്, അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റും. എന്റെ പേര് നല്ല കനത്തിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. പ്രബന്ധാവതരണം പ്രശസ്ത സിനിമാ സംവിധായകൻ വർണ്ണൻ ചെറുമുക്ക്. മര്യാദക്കാരാ. അപ്പോൾ വരില്ലേ സാറേ? ഞാൻ വരും. പിന്നെ സമയം വൈകില്ലല്ലോ. എനിക്കൊന്ന് വേറെയും പ്രോഗ്രാം ഉള്ളതാ. താമസിക്കും തോറും കാറിന്റെ വെയിറ്റിംഗ് ചാർജും കൂടും. അതുകൊണ്ടാ. അതൊന്നും സാരില്ല സാറേ, പണം ഒരു പ്രശ്നമേ അല്ല. സാറിന്റെ പ്രബന്ധാവതരണത്തിന് ഞങ്ങൾ 3000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. പോരെ? എന്ത് നല്ല കമ്മിറ്റിക്കാർ! കമ്മിറ്റിക്കാരായാൽ ഇങ്ങനെ വേണം. പ്രബന്ധാവതരണത്തിന് 3000 രൂപ. ഉദ്ഘാടനത്തിന് എത്രയാണാവോ വകയിരുത്തിയിരിക്കുന്നത്? ചോദിച്ചില്ല. നല്ല വരുമാനമുള്ള അമ്പലമാണല്ലേ. പിന്നെ ചോദിക്കാനുണ്ടോ? കാണിക്കയും സ്വർണവും വഴിപാടുകളും ഒക്കെയായി നല്ല വരുമാനമാ. അതല്ലേ ഇത്തരം പ്രോഗ്രാമുകൾ. അപ്പോൾ ഞങ്ങൾ ഇനി കൊണ്ടുവരാനൊന്നും വരേണ്ടല്ലോ. 14-ാം തീയതി രാത്രി 8 മണി പറവറമ്പിൽ അമ്പല മൈതാനം. അവിടെ വെച്ച് കാണാം. ഒന്നയാൾ തിരിച്ചുപോയി. 14-ാം തീയതി തിങ്കളാഴ്ച, നല്ല ദിവസം. പലചരക്ക് കടക്കാരൻ 2 ദിവസമായി പറ്റുകാശിനായി ആളെ വിടുന്നു. കാറിന് 1000 കൊടുത്താലും 2000 ബാക്കിയുണ്ടല്ലോ. തൽക്കാല ശമനത്തിന് പറ്റുകാരന് 1500 കൊടുക്കാം. രാവിലെ തന്നെ സിനിമാ സംബന്ധമായ പുസ്തകങ്ങളൊക്കെ വായിച്ചു. ആവശ്യമുള്ള കുറിപ്പുകൾ തയ്യാറാക്കി വെച്ചു. രാത്രി പോയി പ്രബന്ധം അവതരിപ്പിക്കേണ്ടതല്ലേ. അതിനിടയിൽ അടുക്കളയിൽ സാധനങ്ങൾ തീർന്നതിന്റെ ലിസ്റ്റ് ഭാര്യയുടെ വക. അതും കുറിപ്പുകൾക്കിടയിൽ വെച്ചു. പറഞ്ഞ സമയത്ത് തന്നെ കാറുകാരൻ വണ്ടിയുമായി വന്നു. ഭാര്യയോടും പിള്ളേരോടും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. അമ്പലത്തിനടുത്തു തന്നെ ആധുനിക രീതിയിൽ അലങ്കരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന സ്റ്റേജിനരികിൽ കാർ നിർത്തി. ക്ഷണിക്കാനും നോട്ടീസ് തരാനുമായി വന്ന ആൾ എന്നെ സ്വീകരിച്ച് സ്റ്റേജിലേക്ക് ആനയിച്ചു. സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റാണ് അധ്യക്ഷൻ, ഉദ്ഘാടകൻ MLAയും. അതുകൊണ്ട് പത്രത്തിൽ ഫോട്ടോ വരാൻ ചാൻസ് കുറവാ. പിന്നെ പ്രാദേശിക പത്രത്തിലും ചാനലുകളും ഒക്കെ വരുമല്ലോ. ഉദ്ഘാടനത്തിന് നിലവിളക്ക് കൊളുത്താൻ നേരം മുന്നോട്ട് കയറി നിന്ന് പത്രത്തിൽ ഫോട്ടോ വരികയെന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ലല്ലോ. ഒട്ടുമിക്ക പത്രപ്രതിനിധികളെയും സംഘാടകർ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തന്നെ വിളിക്കാനും നോട്ടീസ് തരാനും വന്നയാൾ ബാഗും കക്ഷത്തിൽ വെച്ച് മുഖ്യ പ്രവർത്തകനായി മുൻനിരയിൽ തന്നെയുണ്ട്. ആശ്വാസം. കൃത്യസമയത്ത് തന്നെ പരിപാടികൾ ആരംഭിച്ചു. MLAയുടെ വക നീണ്ട പ്രസംഗം. ഈ നിയോജക മണ്ഡലത്തിൽ അടുത്ത തവണ MLAയോ മന്ത്രിയോ ആയി വന്നാൽ ചെയ്യാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളുടെ നീണ്ട പട്ടിക അവതരിപ്പിച്ചു. ഇപ്പോഴത്തെ ഭരണത്തെ പറ്റിയുള്ള വിമർശനങ്ങളും. എന്റെ പ്രബന്ധാവതരണവും കഴിഞ്ഞു. നന്ദി പ്രകടനത്തിലെത്തി. സമ്മേളനം കഴിഞ്ഞാൽ അത്യുഗ്രൻ കലാപരിപാടികളാണ്. അമ്പല മൈതാനം നിറയെ ജനസമുദ്രമാണ്. സമ്മേളനം സമാപിച്ചു. സ്റ്റേജിലുള്ളവരെല്ലാം താഴോട്ടിറങ്ങി. വിശിഷ്ടാതിഥികൾക്ക് ഇരിക്കാനുള്ള കസേര പ്രത്യേകമായി ഒഴിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കാനൊന്നും നിൽക്കാതെ ഞാൻ കാറിനടുത്തേക്ക് നീങ്ങി. കമ്മിറ്റിക്കാർ ആരെങ്കിലും എന്നെ അനുഗമിക്കും, ക്യാഷ് അടങ്ങിയ കവർ എനിക്ക് തരും എന്ന പ്രതീക്ഷയിലായിരുന്നു എന്റെ നടത്തം. പക്ഷെ ആരും വന്നില്ല. ഒരു 5 മിനിറ്റ് സമയം ഞാൻ കാറിന്റെ ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് പോകാനെന്ന ഭാവത്തിൽ അഭിനയിച്ചു. പക്ഷെ ആരും വരുന്നില്ല. കയറുന്നില്ലേ സാർ? ഡ്രൈവറുടെ സംശയം. എടോ, വെറുതെ കയറിയാൽ മതിയോ? കാശ് കിട്ടണ്ടേ? തനിക്ക് വാടക തരണ്ടേ? അത് ശരിയാണല്ലോ സാറേ. ആരെയും കാണുന്നുമില്ലല്ലോ. സാറൊന്ന് പോയി അന്വേഷിക്കേ. ഞാൻ മനസ്സില്ലാ മനസ്സോടെ വീണ്ടും പിറകോട്ട് നടന്നു. സ്റ്റേജിന്റെ സൈഡിൽ എന്നെ വിളിക്കാൻ വന്നാൻ പിന്നെയും ബാഗും പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നെ കണ്ട ഭാവം നടിക്കുന്നുമില്ല. സംഗതി കുഴപ്പമാകുമോ? എന്റെ മനസ്സിൽ തീയാളിക്കത്തി. പറ്റിക്കൽ പരിപാടിയാകുമോ? കാറിന് വാടകയും കൊടുത്ത് ഇത്രേ ദൂരം വന്നിട്ട് എങ്ങനെയാ അങ്ങോട്ട് കയറി ചോദിക്കുക? എനിക്കും ഒരു നിലയും വിലയും ഒക്കെ ഇല്ലേ? അതും നോക്കി നിന്നാൽ ഇവിടെ നിന്നും പൈസയൊന്നും ആരും തരാൻ പോകുന്നില്ല എന്ന ബോധ്യത്തിൽ ഞാൻ അയാളെ സമീപിച്ചു. ഞാൻ പോകട്ടെ സുഹൃത്തെ, വണ്ടി വാടക. ഓ, ഞാനതങ്ങ് മറന്നു. നമുക്കിപ്പോൾ പോകാം. ഇവിടെ അടുത്ത് തന്നെയാ കമ്മിറ്റിയിലെ കാഷ്യറുടെ വീട്. അവിടെ വരെ നമുക്ക് സാറിന്റെ കാറുമായി പോകാം. ഇതാ ഇവിടെ അടുത്താണ്. ഭാഗ്യം, കാഷ്യറും വീടും അടുത്തുണ്ടല്ലോ.
ഇനി പേടിക്കണ്ട, ഞാൻ മനസ്സിൽ പറഞ്ഞു. ശരി, പോകാം, അടുത്ത് തന്നെയാണല്ലോ. അതെന്നേ. ഞാനും അയാളും കാറിൽ കയറി. അയാൾ വഴി പറഞ്ഞു തന്ന വഴിയിലൂടെ കാർ നീങ്ങി. അമ്പലത്തിനടുത്ത് തന്നെയുള്ള സാമാന്യം ഭേദപ്പെട്ട ഒരു പുതിയ ഇരുനില ടെറസ് വീടിന് മുന്നിൽ കാർ നിർത്തി. ഇറങ്ങു സാറേ, ഇതാണ് കാഷ്യറുടെ വീട്. നമുക്ക് അങ്ങോട്ട് ചെന്ന് കാശും വാങ്ങി വരാം. ഞാൻ അയാളെ അനുഗമിച്ചു. ആ വീട്ടുകാരന്റെ അധികാരത്തിൽ അയാൾ വാതിൽ തുറന്നു. എന്നെയും കൂട്ടി അകത്തേക്ക് നടന്നു. വലിയൊരു സ്വീകരണ മുറിയിൽ ഞാനും അയാളും മാത്രം. പെട്ടെന്ന് മറ്റു മുറികളിൽ നിന്ന് 2-3 പേർ എന്റെ അടുത്ത് വന്നു. അതേ വേഗത്തിൽ അയാൾ വാതിലടച്ചു. സംഗതി പന്തിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കൊല്ലാനുള്ള പരിപാടിയാണോ? ഞാൻ അടിമുടി തളർന്നുപോയി. നല്ല പരിചയമുള്ള ഒരു മുഖം എന്നെ ക്രൂരമായി നോക്കിയിട്ടിങ്ങനെ മൊഴിഞ്ഞു. നീ അവസാനം എന്റെ കയ്യിൽ തന്നെ വന്നു. സിനിമ പിടിക്കാനാ 1 വർഷം കഴിഞ്ഞാൽ ഇറക്കിയതിന്റെ ഇരട്ടിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നീ എന്റെ കയ്യിൽ നിന്ന് ഫിലിം സൊസൈറ്റിയുടെ പേരും പറഞ്ഞു വാങ്ങിയ 50,000 എവിടെടാ? ഇപ്പോൾ 3 വർഷമായില്ലേ? ഇരട്ടിച്ചിപ്പോൾ എത്ര ലക്ഷമായി? അത് ഞാൻ വാക്കുകളില്ലാതെ നിന്ന് വിറച്ചു. എന്റെ കണ്ണിൽ ഇരുട്ട് കയറി. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിയ പോലെ. ഒരക്ഷരം ഉരിയാടാനാകാത്ത അവസ്ഥ. തൊണ്ടയിൽ കടാരി കയറ്റി വെച്ച പോലെ. പിന്നെ എല്ലാവരുടെയും വക അടിയായിരുന്നു. പിന്നെ ഒന്നും അറിയില്ല. കണ്ണു തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് ആശുപത്രി കട്ടിലിൽ കിടക്കുന്നു. മോളും ഭാര്യയും കട്ടിലിന്റെ തലക്കൽ നിൽക്കുന്നുണ്ട്. മോൾ ചോദിച്ചു, അച്ഛാ, ഇന്നലത്തെ പ്രബന്ധാവതരണം തകർത്തില്ലേ? തകർത്തു മോളെ. അവർ തകർത്തത് എന്റെ എല്ലുകളെ ആയിരുന്നെന്ന് മാത്രം എന്ന് പറയാൻ തോന്നി. പക്ഷേ നാവ് അനങ്ങുന്നില്ല. എല്ലാ അവയവങ്ങളും സ്തംഭനത്തിൽ. മഞ്ഞുപോലെ VF ബാബു പൊങ്ങണങ്കാട് എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്.